കാൽമുട്ടിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലിഗമെന്റ് ആയിക്കോട്ടെ, മെനിസ്കസ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് തരത്തിലുള്ള ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ ടീം ഫോളോ ചെയ്യുന്ന ഒരു ബേസിക് കോർ വാല്യൂ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഓഫ് ദ ഇഞ്ചുറിയാണ്. എങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടായതെന്നുള്ളത് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കും. അതൊരു പക്ഷേ നിങ്ങൾ ചെയ്ത് ശീലമില്ലാത്ത ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടാണോ, അതോ സാധാരണയായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോഴാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. ഇനി ഇങ്ങനെ മനസ്സിലാക്കുന്നത് എന്തിനാണെന്നും കൂടി പറഞ്ഞുതരാം. കാരണം നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഈ ഡെയിലി റുട്ടീൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് റിസ്ക് ഓഫ് ഇഞ്ചുറി ഒക്കെ ഉള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാകുമ്പോൾ ഇഞ്ചുറി ഉണ്ടായതിൻ്റെ കാരണം മനസ്സിലാവും. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാമോ? സിമ്പിളായിട്ട് പറയാം. സർജറിക്ക് ശേഷം നിങ്ങൾക്ക് റീഹാബിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് എക്സസൈസ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഇതേ ലൈഫ് സ്റ്റൈലിലേക്കായിരിക്കും തിരിച്ചു പോവുക. അപ്പോൾ അവിടെ നിങ്ങളെ വാർണിംഗ് തരേണ്ട ആവശ്യമുണ്ട്. അവിടെ നിങ്ങളെ വാൺ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതേ സിറ്റുവേഷനിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർജറിക്ക് മുമ്പായാലും ഇഞ്ചുറിക്ക് മുമ്പായാലും ഇനി സർജറിക്ക് ശേഷം റീഹാബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആയാലും നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, റുട്ടീന്, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, നിങ്ങൾ വെഹിക്കിൾ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വണ്ടിയാണ് ഓടിക്കുന്നത്, ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലേ ലോങ് ടേമിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ വളരെ ഷോർട്ട് ടേമിലേക്ക് 1-2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലേക്ക് നിങ്ങൾക്ക് ക്യൂർ തരാൻ സാധിക്കും. അത് കാരണം നിങ്ങൾ തൽക്കാലം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ വീണ്ടും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും. ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. നിങ്ങൾ വീണ്ടും പുതിയ ഇടങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കും, ലോങ് ടേം സൊല്യൂഷൻ തേടി. അവരൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഷോർട്ട് ടേം സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇഞ്ചുറി ഉണ്ടായാൽ സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റോറി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് സത്യസന്ധമായി തന്നെ പറയുക. എങ്കിലേ സത്യസന്ധമായി തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്കും സാധിക്കുള്ളൂ.